ഹേയ് ഓൾ, ഞങ്ങൾ ഇന്നൊരു ദിവസം ജസ്റ്റ് ഒന്ന് പുറത്ത് കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടി പോകാമെന്ന് പ്ലാൻ ചെയ്തു. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായിട്ട് വന്ന് പെടുക. അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം വീട്ടിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല, അപ്പോൾ അവർ വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആദ്യം നമുക്ക് വന്ന പാക്കേജ് കളക്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മളിന്ന് പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. തൃശ്ശൂർ ഹൈലൈറ്റ് മാളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ പുതിയ മോളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അജിത്ത് വന്ന കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പുറത്തൊരു ഔട്ടിങ് പോലെ. പക്ഷെ തൃശ്ശൂർ അടുക്കില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ സൗണ്ട് സിസ്റ്റം DJ സെറ്റ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ സോണിയുടെ സർവീസ് സെൻറ്റർ നമുക്ക് അടുത്തായിട്ടുള്ളത് തൃശ്ശൂർ മാത്രമാണ്, പിന്നെ മലപ്പുറത്താണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സോണിയുടെ സർവീസ് സെൻറ്ററിലാണ് ആദ്യം പോയത്. എന്നിട്ട് അവിടെ കൊടുത്തു പോയപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നൊക്കെ പറഞ്ഞു. പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിസ്റ്റം എടുത്തിട്ട് പോന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മോളിലേക്കാണ് കേട്ടോ പോയത്. ഹൈലൈറ്റ് മോളിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. കാര്യമായിട്ട് ഹൈലൈറ്റ് മോളിലേക്കുള്ള വണ്ടികളുടെ ഒരു വരവും പോക്കും ഒക്കെ കാരണം കൊണ്ടുള്ള തിരക്കാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് അമ്മയ്ക്ക് അപ്പം അവിടെ പോണ വഴിക്ക് കുറേ ഇങ്ങനെ ഭരണികളൊക്കെ ഇരിക്കുന്ന 2 കടകൾ കണ്ടപ്പോൾ അവിടെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നല്ലോ, അത് കാരണം കൊണ്ട് അവിടെ ഇറങ്ങൽ അത്ര പോസിബിൾ അല്ല. നമുക്ക് ആകെ ഇതായിരിക്കും, അല്ലെങ്കിൽ ഹോൺ അടിച്ചിട്ടും ഒക്കെ ഇപ്പോൾ അവിടെ ഭയങ്കര റഷായിട്ട്. പിന്നെ നമ്മൾ കയറാൻ നോക്കുമ്പോഴാണ് അവർ പറഞ്ഞ അവിടെ പാർക്കിംഗ് ഫുള്ളായി, പോക്ക് നടക്കില്ല എന്ന്. അപ്പോൾ വേറെയും വണ്ടികളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ് എന്നാലും ഒന്ന് നോക്കണമല്ലോ, അതാണല്ലോ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ കയറി നോക്കി. പിന്നെ വണ്ടി ശരിയാണ്, പാർക്ക് സ്ഥലമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് കയറിക്കോളാൻ, അച്ഛൻ പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മോളിൽ കയറിയപ്പോൾ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 50 ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ള, ഒരുപാട് ഷോപ്സ് ഓപ്പൺ ആവാൻ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി എല്ലായിടും ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മാക്സിൽ കയറി വെക്കാമെന്ന് വിചാരിച്ചു. മാക്സിലൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ. ഫൈനലി മാക്സിലെത്തി. മാക്സിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് കേട്ടോ അച്ഛൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നത്. നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞു പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നിന്നിട്ട് ഇങ്ങനെ കുറച്ചെണ്ണമൊക്കെ സെലക്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ കണ്ടപ്പോൾ ആ പ്ലാനും ഡ്രോപ്പ് ചെയ്തു. എന്നാൽ ഇനി പിന്നെ ആവാമെന്ന് വിചാരിച്ചു. അതൊരു ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബില്ലിംഗ് സെക്ഷനിൽ ആകെ 2 സ്റ്റാഫ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് തോന്നിയ കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഇങ്ങനെ ആ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് ഫുഡ് കോർട്ട് പോയോക്കി. ഫുഡ് കോർട്ടിലും നല്ല തിരക്കായിരുന്നു. എന്നാൽ പിന്നെ ഒരു കാര്യവും നടന്നില്ല, സൂപ്പർ മാർക്കറ്റും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും നടന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. ഏതാണ്ട് നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അതേ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഹൈലൈറ്റ് മാൾ ഉള്ളതായിട്ട് തോന്നിയത്. വന്ന സ്ഥിതിക്ക് പിന്നെ വീഡിയോസും കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനിയും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. വണ്ടി ഒരു ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാർക്കിങ്ങിൽ കൊള്ളാത്ത വണ്ടികളൊക്കെ ഈ ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെയും ഫുള്ളായിരുന്നു, ഏതാണ്ട് അത്രയും തിരക്കായിരുന്നു, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു മരം കണ്ടു. അതിൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ളൊരു അമ്പലം, നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. മരങ്ങൾ കണ്ടാൽ പിന്നെ അമ്മ വിടില്ല, ഭംഗിയുള്ള വലിയ വലിയ മരങ്ങൾ കണ്ടാൽ വീഡിയോ എടുക്കണം, മസ്റ്റാണ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ടാണ് തൃശ്ശൂർ ഭയങ്കര ബ്ലോക്കുകളായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ. പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാമല്ലോ ഓരോ വീട്ടിലിങ്ങനെ. അതൊക്കെ കണ്ടിങ്ങനെ പോന്നു. ഓരോ തരത്തിലായിരിക്കുമല്ലോ ഓരോ വീട്ടിലും ഉണ്ടാവുക. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടിരുന്നതിന് പോന്നു. പിന്നെ ലൈറ്റ്സ് അടിപൊളിയാണ് എല്ലായിടത്തും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അന്ന് ഞങ്ങളൊരു പ്രാവശ്യം കയറി അതേ മോമോ ദർബാറിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു 5 വെറൈറ്റി മോമോസ് വാങ്ങി. ഫ്രൈഡ് ആയിട്ടുള്ള മോമോസ് അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പ്രാവശ്യം തോന്നിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങി. ഓറഞ്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോഴേക്കും അവിടെ പൂരത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആറങ്ങോട്ടുകര ഭാഗത്തുള്ള അമ്പലത്തിൽ പൂരമാണ് കേട്ടോ. അപ്പോൾ ആ ദേശങ്ങളിൽ വരുന്ന വഴികളിലൊക്കെ നിറയെ ലൈറ്റ്സും നിറയെ കച്ചവടക്കടകളും
ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അമ്പലത്തിൽ തലേ ദിവസം പൂരത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ ചമയങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരെ തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂരത്തിൻ്റെ തലേ ദിവസം അമ്പലത്തിൽ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. ഞങ്ങളുടെ ഈ ഡേ ഔട്ട് ഇവിടെ എൻജോയ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.